ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. നമുക്ക് OMR ആണോ CBT ആണോ ഉപകാരപ്പെടുന്നത് എന്നുള്ളത് വലിയൊരു ചർച്ചയാണ്. നമ്മൾ ഓരോ വീഡിയോ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ കമന്റ് ബോക്സിലും നമുക്ക് വരുന്ന മെസ്സേജിലും ഒക്കെ തന്നെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാര്യം നമ്മുടെ പഠനത്തെ എങ്ങനെ ബാധിക്കുന്നു, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇത് തമ്മിലുള്ളത്, നമുക്ക് ഏതാണ് ഗുണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കുകയാണ്. ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച വിട്ടേക്കണം, പിന്നെ അത് ഉണ്ടാവരുത്. നമ്മുടെ പഠനത്തെ അത് ബാധിക്കരുത്. ഓക്കെ, ഈ കഴിഞ്ഞ പരീക്ഷ, അതായത് നമ്മൾ റദ്ദാക്കിയ പരീക്ഷ കൊണ്ട് നമുക്ക് കിട്ടിയ വലിയൊരു ഉപകാരം എന്ന് പറയുന്നത്, നമുക്ക് പലർക്കും OMRലേക്ക് വന്നപ്പോൾ അത് വളരെയധികം ഉപകാരപ്പെടും എന്ന് വിചാരിച്ചു. പക്ഷേ ഏകദേശം ഒരു 90% പേർക്കും അത് സ്വീകാര്യമായിരുന്നു OMRലേക്ക് മാറിയപ്പോൾ. എന്നാൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം 60% പേർക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. കുറച്ചു പേർക്ക്, ഏകദേശം ഒരു 40%-ഓളം പേർക്ക് ഇതിന്റെ OMRന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ ആ കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാണ്. അപ്പൊ CBTയിലേക്ക് മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ പരീക്ഷ CBTയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും വേണ്ടതില്ല. അത് നമ്മളെ പ്രിപ്പറേഷനെ ബാധിക്കരുത് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ, അതിന്റെ ദോഷങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പഠനത്തിനെ ഇതെങ്ങനെ ബാധിക്കുന്നു, ഈ ഒരു ചിന്ത OMR ആണോ അല്ലെങ്കിൽ CBT ആണോ എന്നുള്ളൊരു ചിന്ത എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇപ്പൊ പരീക്ഷ നമ്മൾ OMRലേക്ക് മാറി. OMRലേക്ക് മാറിയ സമയത്ത് നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്തെ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും CBT ആണ് നല്ലതെന്ന് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CBT പോലെ വളരെ സെക്യൂർ ആയിട്ടുള്ള പരീക്ഷ അല്ല OMR എന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാം. OMRലേക്ക് വരുന്ന സമയത്തെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞതാണ്. OMR പരീക്ഷ എഴുതി കഴിഞ്ഞ പലർക്കും, അല്ലെങ്കിൽ അത് ശീലമാക്കിയ, ഇവിടെ OMR എന്ന് പറയുന്നത് നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ഒരു പരീക്ഷാ രീതിയാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഓക്കെയാണ്, നമ്മളുമായിട്ട് അത് ഓക്കെ ആണെന്നുള്ള രീതിയിലുള്ള ഒരു പരീക്ഷയാണ്. അപ്പൊ അതിലേക്ക് നമ്മുടെ പരീക്ഷ വന്നു, നമ്മളത് കൃത്യമായിട്ട് എഴുതി, അതിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും മനസ്സിലായി. ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷ, നമ്മുടെ എല്ലാ സ്റ്റേറ്റിലും ഒരേ സമയത്ത് നടക്കുന്ന ഒരു പരീക്ഷ, നമ്മുടെ കട്ട് ഓഫ് രീതി എന്ന് പറയുന്നത് 6% പങ്കെടുക്കുന്നവരിൽ നിന്നുള്ള 6%-ലേക്ക് ഒതുങ്ങുന്ന പരീക്ഷ. അത്തരം ഒരു പരീക്ഷ OMRലേക്ക് വരുന്ന സമയത്ത് അത് നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു പരീക്ഷ കഴിഞ്ഞതോടുകൂടി നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും, CBTയുടെയും അതുപോലെ തന്നെ OMRന്റെയും വ്യത്യാസങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 60%-ൽ കൂടുതൽ പേർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഈ ഒരു വ്യത്യാസം എങ്ങനെയാണ് നമ്മുടെ പഠനത്തിനെ ബാധിക്കുന്നത്, ഇത് വേണോ എന്നുള്ള രീതിയിൽ ബാധിക്കുന്നത്? നമ്മൾ CBT എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ പഠിച്ചു വരുന്നത്. ആ ഒരു സമയത്താണ് NDA ഭാഗത്ത് നിന്ന് വെറുതെ OMRലേക്ക് വന്നത്. അത് കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരത്തിനായിട്ട് വീണ്ടും നമ്മൾ CBTയിലേക്ക് വന്നു. അപ്പൊ ഈ ഒരു മാറ്റം അനുകൂലിച്ച പലർക്കും വീണ്ടും ഇതിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള മാനസിക പ്രയാസങ്ങളുണ്ട് പഠനത്തിനായിട്ട്. അതായത് പ്രിപ്പറേഷൻ ശരിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. CBTയിലേക്ക് വന്നല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ഉണ്ടാവില്ല, സ്ക്രീൻ ഇഷ്യൂസ് വരും, സെന്റർ കുറെ ദൂരെ കിട്ടും, അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് വരുന്നത്. അപ്പൊ NDAയുടെ റീസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ലിങ്ക് നമുക്ക് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സമയത്തും പലരും ഇത് കൊടുത്തുകൂടെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുത്തുകൂടെ എന്നുള്ള ചോദിച്ച സമയത്തും വേണ്ട എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ പരീക്ഷ CBT ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രിപ്പറേഷനിൽ ഇരിക്കുക, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്ക് പരീക്ഷയിൽ എത്തുന്നതിന് മുമ്പേ പരീക്ഷാ രീതിയെ പറ്റി നമ്മൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അത് ഏത് രീതിയിലുള്ള പരീക്ഷയായാലും നമുക്ക് നേരിടാൻ സാധിക്കും എന്നുള്ളതാണ്.
അത് CBT ആയാലും OMR ആയാലും പരീക്ഷാ രീതിയിൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതേ ഇല്ല. നമുക്ക് ആവശ്യം പരീക്ഷ OMR-ലായാലും CBT ആയാലും വളരെ കൃത്യമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. കാരണം CBT എന്ന് പറയുന്നത്, കാരണം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതോടുകൂടി നമ്മുടെ പല പരീക്ഷകളും CBT-യിലേക്ക് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പരീക്ഷാ രീതിയിൽ ഇനി മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇനി അടുത്ത പരീക്ഷ OMR ആവുമല്ലോ, ഇതിന് വലിയ രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട, OMR എഴുതാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരോടൊക്കെ പറയാണ്, OMR എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ നെറ്റ് എക്സാമിന് ഉണ്ടാവില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് പറയാം. നമുക്ക് CBT-യുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇത്തവണത്തെ പരീക്ഷ കഴിഞ്ഞതോടുകൂടി കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ട്. സമയം വളരെ കൃത്യമായിട്ട് നമുക്ക് സമയത്തിനെ മനസ്സിലാക്കി ആ രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ടെക്നോളജിയുമായിട്ട് നമ്മുടെ ഇടപെടലുകൾ നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കണം, കമ്പ്യൂട്ടർ ഏത് രീതിയിൽ ഉപയോഗിക്കാം, അത് ഏത് രീതിയിലാണ് അത് വരുന്നത്, ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പഠിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഇത് കഴിഞ്ഞ് വേറെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലി ലഭിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ലഭിച്ചു, നമുക്ക് കമ്പ്യൂട്ടർ അറിയില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല. അപ്പോൾ അത്തരത്തിൽ ടെക്നോളജിയെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഉൾക്കൊണ്ടവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പരീക്ഷയാണ്. പിന്നെ അതുപോലെ തന്നെ തെറ്റുകൾ, നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പരീക്ഷാ ഹാളിൽ നമുക്ക് തിരുത്താൻ സാധിക്കും. അത് ഏത് രീതിയിലുള്ള കറക്ഷൻ ആയാലും നമുക്ക് വരുത്താൻ സാധിക്കും. പിന്നെ സെക്യൂരിറ്റിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു OMR-ന്റെ സ്ഥിതി, അത് യാതൊരു രീതിയിലും CBT-യിലേക്ക് നടക്കില്ല. കാരണം ഇത്തവണ NDA റീസ്ട്രക്ചറിങ് വന്നിരിക്കുന്നത് ഫോർമർ ISRO ചെയർമാനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് യാതൊരു ചാൻസും അതിനില്ല, വരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ OMR-നെ അപേക്ഷിച്ച് വളരെ മുമ്പിലാണ് CBT എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സാമിനേഷന്റെ ഫീ, അതുപോലെ അതിന്റെ ചെലവുകൾ, പരീക്ഷ നടത്തുന്നതിനുള്ള ചെലവ് പരീക്ഷ ഏജൻസിക്ക് കുറയും. നമ്മുടെ കയ്യിൽ നിന്നുള്ള പരീക്ഷാ ഫീസിലും ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അടുത്ത പരീക്ഷയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ റിസൾട്ടിന്റെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് വളരെ നേരത്തെ നമുക്ക് അറിയാൻ സാധിക്കും. OMR-ലേക്ക് റിസൾട്ട് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കൊടുത്തില്ല, അതിനു മുമ്പ് പരീക്ഷ റദ്ദാക്കി. OMR-ന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് ലേറ്റ് ആവും, നമുക്ക് അടുത്ത പരീക്ഷ വീണ്ടും ലേറ്റ് ആവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പരീക്ഷ ഹാളിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് ഫൈനൽ സബ്മിറ്റ് ചെയ്തതിന് മുമ്പ് ഒന്നുകൂടി വായിച്ചു നോക്കി ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫൈനൽ സബ്മിറ്റിന് മുമ്പേ അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ OMR പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾ കണ്ടില്ല, അവർ ചുറ്റിത്തിരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഒപ്പിടുക, പിന്നെ പോവാ മറ്റേ ടെസ്റ്റ് ചെയ്യുക, അത് അവിടെ വന്ന് വീണ്ടും ഒപ്പിടുക, ആദ്യത്തെ സമയത്ത് ഒരു ഒപ്പ്, പോകുമ്പോൾ ഒരു ഒപ്പ്, അഡ്മിറ്റ് കാർഡ് വാങ്ങാതെ പോയി, അതിന് കേസ് നമ്മൾ നേരിടണം എന്നുള്ള രീതിയിലുള്ള പോയിന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇനി പ്രധാനമായിട്ടും പറഞ്ഞു വരുന്ന ഇതിന്റെ ഒരു ദോഷങ്ങൾ എന്ന് പറയുന്നത് സ്ക്രീനിന്റെ ഇഷ്യൂസ് ആണ്. സ്ക്രീനിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് CBT-യുടെ ദോഷമല്ല, അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് പരീക്ഷ ഏജൻസി അതിൽ എന്ത് കാണിക്കണം, അതിൽ ആത്മാർത്ഥത കാണിക്കണം, അത് കൃത്യമായിട്ട് ചെയ്യണം. നെറ്റ്വർക്ക് ഇഷ്യൂന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. വളരെ കൃത്യമായിട്ട് നെറ്റ്വർക്ക് കീപ്പ് ചെയ്യുന്നതും, അതുപോലെ തന്നെ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം വരുന്നതുമായിട്ടുള്ള സെന്ററുകൾ സെലക്ട് ചെയ്യുക. അത്തരത്തിൽ ഒരുപാട് സെന്ററുകൾ ഉണ്ട്, അത്തരത്തിൽ സെന്ററുകൾ സെലക്ട് ചെയ്യുക. അതിന് കൂടുതൽ വാടക വേണ്ടി വരും, അങ്ങനെ കൊടുത്ത് സെലക്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ആകെ വരുന്ന നമ്മുടേതായ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ഇറിറ്റേഷൻസ് ആണ്, അത് നമ്മൾ സഹിച്ചേ പറ്റുകയുള്ളൂ. പിന്നെ സിസ്റ്റത്തിന്റെ ഇഷ്യൂസ്, ഇതുപോലെ തന്നെ സിസ്റ്റം ഓഫായി പോവുക, ഓൺ ആകുക, അല്ലെങ്കിൽ തട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വയറ് വെലിഞ്ഞു പോകുന്ന പ്രശ്നം, അതിന്റെ കണക്ഷൻ വിട്ടുപോയി, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് അത്തരത്തിലുള്ള സെന്ററുകൾ, അല്ലെങ്കിൽ അത് അവരെ ഉത്തരവാദപ്പെടുത്തി ഇങ്ങനെ ഉണ്ടാവരുതെന്ന് ഉറപ്പുവരുത്തി മാത്രം, അങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ച് അതില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രം അങ്ങനെയുള്ള സെന്ററുകൾ സെലക്ട് ചെയ്യുക. അങ്ങനെ ഒത്തിരി സെന്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ സെന്ററുകളിൽ എത്തിപ്പെടാനുള്ള ഇഷ്യൂ, നമുക്കറിയാം നമ്മൾ CBT-യിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ദൂര സ്ഥലങ്ങളിൽ പരീക്ഷാ സെന്ററുകൾ ലഭിക്കുമെന്നുള്ളതാണ്. അതും പരിഹരിക്കേണ്ടത് NDA ആണ്. അത് CBT-യുടെ കുഴപ്പമല്ല, പരീക്ഷാ ഏജൻസിയുടെ കുഴപ്പമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട്, ഇതിന്റെ വ്യത്യാസത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, OMR-ൽ നിന്നും CBT-യിലേക്ക് വരുന്ന സമയത്ത് CBT-യുടെ പ്രശ്നമായിട്ട് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പരീക്ഷാ ഏജൻസി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അവർ ക്ലിയർ ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. നമുക്കുണ്ടാകുന്ന ആകെ ഒരു പ്രോബ്ലം സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഐക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് ആണ്. അതൊരു 20 മിനിറ്റ് നിങ്ങൾ തുടർച്ചയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റുകൾ പുറത്ത് എവിടെയെങ്കിലും നോക്കി അതിനുശേഷം സ്ക്രീനിലേക്ക് നോക്കുക, അത് നമുക്ക് പരിശോധിക്കാമെന്നുള്ളതാണ്. അപ്പോ യാതൊരു കാരണവശാലും നിങ്ങൾ OMR-നെ പറ്റി ചിന്തിക്കേണ്ട. OMR-നേക്കാളും എന്തുകൊണ്ടും നല്ലത് CBT തന്നെയാണ്. നമ്മൾ ഏത് വീഡിയോ ചെയ്താലും ഈ ഒരു കൺസേൺ എല്ലാവരും പറയുന്നത് കൊണ്ടും ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചത് കൊണ്ടുമാണ്
ഇങ്ങനെ ഒരു വിഷയം എടുത്ത് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ ഒരു കൺസേൺ ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. അപ്പോ നമ്മൾ വിചാരിക്കുന്ന CBTയുടെ പ്രോബ്ലം എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും CBTയുടെ പ്രോബ്ലം അല്ല. പരീക്ഷ ഏജൻസി കമ്പ്യൂട്ടർ ലാബുകൾ സെലക്ട് ചെയ്യുന്നതിലും നമുക്ക് സെന്ററുകൾ നൽകുന്നതിലുമുള്ള അവരുടെ കൃത്യതയില്ലായ്മയാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് കൃത്യമാക്കേണ്ടത് അവരുടെ കടമയാണ്. അപ്പൊ ഈ ഒരു റീസ്ട്രക്ചറിങ് വരുന്നതോടുകൂടി അത്തരം കാര്യങ്ങളിൽ NDAയുടെ ഭാഗത്തു നിന്ന് കർശനമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ നിങ്ങൾ CBTയിലേക്ക് മാറുക. ഇനി മാറാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷാ രീതി അതാണ്. പ്രിപ്പറേഷനെ യാതൊരു രീതിയിൽ അത് ബാധിക്കരുത്. സോ അതുകൊണ്ട് തന്നെ CBT ആണ് നമ്മുടെ പരീക്ഷ. ആ കാര്യം മനസ്സിലാക്കി പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.